2024 കുതിച്ചുയർന്ന് സ്വർണവില. സ്വർണവിലയിൽ ഒരു വർഷം കൊണ്ടുണ്ടായത് 10,040 രൂപയുടെ വർധനവാണ്. കടന്നുപോയത് ഒരു സ്വർണവർഷം തന്നെ എന്നു പറയാം. സ്വർണവില കത്തിക്കയറിയ വർഷമായിരുന്നു 2024. തൊട്ടു മുൻ വർഷങ്ങളിലും വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പവൻ വില 50,000 രൂപയിൽ എത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ 2024 50,000 രൂപയും കടന്ന് റോക്കറ്റ് വേഗത്തിലാണ് സ്വർണവില കുതിച്ചുയർന്നത്. 2023 ഡിസംബർ 31 ഒരു പവന് 46,840 രൂപയായിരുന്നു വില എങ്കിൽ 2024 ഡിസംബർ 31 എത്തിയപ്പോൾ സ്വർണവില 56,880 രൂപയിലെത്തി. അതായത് ഒരു വർഷം കൊണ്ട് വിലയിലുണ്ടായ വർധന 10,040 രൂപയാണ്. 21.43% വർധനവുണ്ടായത്. ഇതിനിടെ 2024 ഒക്ടോബർ 31 വില 59,640 രൂപ വരെ കുതിച്ചത് റെക്കോർഡിട്ടിരുന്നു. അന്ന് ഗ്രാമിന് 7,455 രൂപയായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലും സ്വർണവിലയിൽ കുതിപ്പുണ്ടായിരുന്നു. അന്താരാഷ്ട്ര സ്വർണവില $2,050 നിന്നും കഴിഞ്ഞ വർഷം ഉയർന്നത് $2,790 വരെയാണ്. ഏകദേശം 38% വില ഉയർന്നത് എന്നു തന്നെ പറയാം. അമേരിക്കയുടെ പലിശ നിരക്ക് കുറയ്ക്കുന്നത്, കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ, ഇസ്രായേൽ ഹമാസ്, റഷ്യ യുക്രൈൻ യുദ്ധങ്ങൾ, മറ്റ് അന്തർദേശീയ സംഘർഷങ്ങൾ, ഇന്ത്യൻ രൂപ ദുർബലമായത്, ഉയർന്ന വില നിക്ഷേപകരിൽ ഉണർത്തിയ ശുഭാപ്തി വിശ്വാസത്തിൽ നിന്നുള്ള ഡിമാൻഡ് എന്നിവയാണ് വില ഉയരാനുണ്ടായ ചില കാരണങ്ങൾ. പുതുവർഷം സ്വർണവിലയെ സംബന്ധിച്ച് നിർണായകമാണ്. അമേരിക്കയിൽ വന്ന ഭരണമാറ്റം തന്നെയാണ് പ്രധാനം. ഫെഡ് നയങ്ങൾ വിലയെ സ്വാധീനിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ട്രംപിന്റെ നയങ്ങൾ പണപ്പെരുപ്പം ഉയർത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുവഴി പലിശ നിരക്ക് കൂട്ടേണ്ട സാഹചര്യം വന്നാൽ സ്വർണവിലയിൽ ഇടിവ് ശക്തമാകും. ഇതോടെ $2,200-2,300 തിരുത്തൽ സംഭവിക്കാം. മറിച്ച് അന്തർദേശീയ സംഘർഷങ്ങൾ വർദ്ധിച്ചാൽ, ട്രംപിന്റെ വ്യാപാര സാഹചര്യങ്ങളും താരിഫ് ഉയർത്തലുകളും തുടരുകയാണെങ്കിൽ, പലിശ നിരക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറയ്ക്കുകയാണെങ്കിൽ $2,900-3,000 കടക്കുമെന്നാണ് നിഗമനം. 2024 കുറഞ്ഞ നിരക്ക് അന്ന് ഗ്രാമിന് 5,690 രൂപയായിരുന്നു. മാർച്ച് 29 സ്വർണവില 50,000 എന്ന നിലയിലേക്കെത്തിയത്. എന്നാൽ ജൂലൈയിൽ കേന്ദ്ര ബജറ്റിൽ ഇറക്കുമതി തീരുവ കുറച്ചതും ഒക്ടോബറിൽ US-ൽ ട്രംപിന്റെ വിജയവുമെല്ലാം വലിയ രീതിയിൽ വിലയിടിവിന് കാരണമായെങ്കിലും പിന്നീട് വില ഉയർന്നു. വർഷാവസാന ദിനമായ ചൊവ്വാഴ്ച പവന് 320 രൂപ കുറഞ്ഞ് 56,880 രൂപ വരെയായി. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് വില 7,110 രൂപയിലെത്തിയിരുന്നു. 2025 സ്വർണവില കുതിക്കുമോ അതോ കുറയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം.